എവ്രിവൺ, ബറ്റാലിയൻ ബാച്ചിന് വേണ്ടിയിട്ട് തുടങ്ങിയ വൊക്കാബുലറി സീരീസ് ആണ് വൊക്കാബ് ബൂസ്റ്റർ. അപ്പൊ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്ന് ലെറ്റർ എഫ് ആണ്. അപ്പൊ ഇന്ന് വൊക്കാബ് ബൂസ്റ്ററിന്റെ 6th ഡേ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഫെമൈൻ. വാട്ട്സ് എ സിനോണിയം ഓഫ് ഫെമൈൻ? ഫെമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ക്ഷാമം എന്നാണ് അർത്ഥം. ഫെമൈൻ. ഓക്കെ, അപ്പൊ ഫെമൈന്റെ സിനോണിയം ഇതിൽ ഏതാണെന്ന്, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിയം ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ്. പിന്നെ സ്കേഴ്സിറ്റി, പ്ലെന്റി, സർപ്ലസ്. അപ്പൊ അബണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരുപാടുണ്ടല്ലേ. അതെന്താ? പ്ലെന്റി ഓഫ്, പ്ലെന്റിഫുൾ, ബൗണ്ടിഫുൾ എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് അബണ്ടൻസ് എന്ന് പറയുമ്പോൾ. സ്കേഴ്സിറ്റി എന്താണ്? സ്കേഴ്സിറ്റി, യെസ്, സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ, ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. അപ്പം ഇവിടെ ഫെമൈന്റെ സിനോണിയം എന്ന് പറയുന്നത് സ്കാർസിറ്റി ആണ്. എക്സ്ട്രീം ഷോർട്ടേജ് ഓഫ് ലാക്ക് ഓഫ് റിസോഴ്സസ്, അല്ലെങ്കിൽ എക്സ്ട്രീം ഷോർട്ടേജ് ഓർ ലാക്ക് ഓഫ് റിസോഴ്സസ്. ഓക്കെ, അടുത്തത് പ്ലെന്റി ആണ്. പ്ലെന്റിയും അബണ്ടൻസും സെയിം മീനിങ് ആണ്. ആൻ ആഡിക്വേറ്റ് ഓർ മോർ ദാൻ ആഡിക്വേറ്റ് എമൗണ്ട്. ഓക്കെ, അപ്പം ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് നമ്മൾ പ്ലെന്റി, അബണ്ടൻസ് എന്നൊക്കെ പറയുന്നത്. അടുത്ത സർപ്ലസ്, ആൻ എക്സസ് എമൗണ്ട് ബിയോണ്ട് വാട്ട് ഈസ് നീഡഡ്. അപ്പൊ എന്താണോ വേണ്ടത് അതിനേക്കാളും കൂടുതലായിട്ട് എക്സസ് ആയിട്ടുള്ള എമൗണ്ട് അത് അത്രയും ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സർപ്ലസ്. അപ്പം ഈ മൂന്ന് വേർഡ്സും സെയിം മീനിങ് ആണ്. അപ്പൊ അത് മൂന്നും സിനോണിയംസ് ആണ്, മ്യൂച്വലി സിനോണിയംസ് ആണ്. അപ്പം ഫെമൈൻ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിയം ഇതിൽ ഏതാ? ഇറ്റ്സ് സ്കേഴ്സിറ്റി. സ്കേഴ്സിറ്റി മീൻസ് എക്സ്ട്രീം ഷോർട്ടേജ് ഓർ ലാക്ക് ഓഫ് റിസോഴ്സസ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വേർഡ് ഫെർവന്റ്. അപ്പൊ ഫെർവന്റിന്റെ സിനോണിയം ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് അപ്പാത്തറ്റിക്, ഷോയിങ് നോ ഇൻട്രസ്റ്റ് ഓർ എന്തൂസിയാസം. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു എന്തൂസിയാസം, ഒരു എനർജി ഇല്ല, അതിനോട് ഒരു താല്പര്യം ഇല്ലാതിരിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്? അപ്പാത്തറ്റിക്. അടുത്തത് പാഷനേറ്റ്, ഡിസ്പ്ലേയിങ് ഇന്റൻസ് ഇമോഷൻ ഓർ കൺവിക്ഷൻ. അപ്പൊ എന്തെങ്കിലും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷനോ ഒരു കൺവിക്ഷനോ ഒരു അറ്റാച്ച്മെന്റോ ഒരു കാര്യത്തിനോട് കാണിക്കുക, ഒരു താല്പര്യം കാണിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്? പാഷനേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇൻഡിഫറൻറ്റ്, ഹാവിങ് നോ പെർട്ടിക്കുലർ കൺസേൺ, ഒരു കൺസേണും ഇല്ല, പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഒന്നും ഇല്ല, ആ ഒരു മീനിങ് ആണ് ഇൻഡിഫറൻറ്റ്. അടുത്തത് കാം. കാം എന്ന് പറയുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട്, പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള മീനിങ് ആണ് ഇവിടെ. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക, അതാണ് കാം. അപ്പൊ ഇവിടെ ഫെർവന്റിന്റെ സിനോണിയം ഇതിൽ ഏതായിരിക്കും? സോറി, ഫെർവന്റിന്റെ മീനിങ് എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ ഫെർവന്റിന്റെ സിനോണിയം ഏതാണ്? ഇറ്റ്സ് പാഷനേറ്റ്. ഓക്കെ, ഡിസ്പ്ലേയിങ് ഇന്റൻസ് ഇമോഷൻ ഓർ കൺവിക്ഷൻ. അപ്പം ഭയങ്കര എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഭയങ്കര പാഷൻ ഉണ്ടെന്ന് പറയുന്നത് എന്താ? അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഒരു താല്പര്യത്തെ സൂചിപ്പിക്കുന്നതാണ് പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫെർവന്റിന്റെ സിനോണിയം ആണ് പാഷനേറ്റ്. ഓക്കെ, അടുത്തത് ഫിയാസ്കോ, വിച്ച് ഇസ് ദ സിനോണിയം. അപ്പം ഫിയാസ്കോ എന്ന് പറയുന്ന വേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, എല്ലാം നശിക്കുന്ന ആ ഒരു മീനിങ് ആണ് ഫിയാസ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സിനോണിയം, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിയം ഇതിൽ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തേത് ട്രയംഫ്. ട്രയംഫ് എന്ന് പറയുമ്പോൾ എന്താണ്? വിജയം, സക്സസ്, വിക്ടറി, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണല്ലേ. അപ്പൊ എക്സ്ട്രീം ആയിട്ടുള്ള വിക്ടറി, അതിനെയാണ് ട്രയംഫ് എന്ന് പറയുന്നത്. എ ഗ്രേറ്റ് വിക്ടറി ഓർ അച്ചീവ്മെന്റ്. അടുത്തത് ഡിസാസ്റ്റർ, എ കംപ്ലീറ്റ് ഫെയിലിയർ ഓർ കാറ്റസ്ട്രോഫ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഫെയിലിയർ ആയി, ഫുള്ള് എന്താ പറയാ, നശിച്ചു, കൊളാപ്സ് ആയി, അതാണ് എന്ത്? ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് സക്സസ്. സക്സസ്, വിക്ടറി, ട്രയംഫ് ഇതെല്ലാം സെയിം മീനിങ് ആണ്. ലാസ്റ്റ് ഓപ്ഷനും വിക്ടറിയാണ്. അപ്പം ഫിയാസ്കോയുടെ സിനോണിയം ഇതിൽ ഏതാണ്? ഇറ്റ്സ് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ ആണ് ഫിയാസ്കോന്റെ സിനോണിയം. അതായത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ആണ്. ഫിയാസ്കോ മീൻസ് ഡിസ്ട്രക്റ്റീവ്, അല്ലെങ്കിൽ എന്താ പറയാ, ഡിസ്ട്രോയബിൾ എന്നൊക്കെ പറയാം. അപ്പം ഡിസാസ്റ്റർ ആണ് ഫിയാസ്കോന്റെ സിനോണിയം. ഓക്കെ, അടുത്തത് ഫാലസി, വിച്ച് ഈസ് എ സിനോണിയം. അപ്പൊ ഫാലസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇമാജിനേറ്റീവ്, അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് തെറ്റായിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യത്തെ സങ്കല്പിക്കുക, ഉണ്ടെന്ന് തോന്നുക, അതാണ് ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ട്രൂത്ത്, ഓപ്ഷൻ ബി ഡെല്യൂഷൻ, ഓപ്ഷൻ സി ഫാക്ട്, ഓപ്ഷൻ ഡി റിയാലിറ്റി. അപ്പൊ ഫാലസിയുടെ ആൻസർ ഇതിൽ ഏതായിരിക്കും? യെസ്, ഇറ്റ്സ് ഡെല്യൂഷൻ. ഡെല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇല്യൂഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, ഹാലൂസിനേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമാജിനേഷൻ, റോങ് ആയിട്ടുള്ള മിസ്ഇന്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറയാം.
അപ്പം ഫാലസിയുടെ ആൻസർ ഇതില് ഡെല്യൂഷൻ ആണ് ഫാലസിയുടെ സിനോണിയം. എ മിസ്റ്റേക്കൺ ബിലീഫ് ഓർ ഫോൾസ് നോഷൻ. മിസ്റ്റേക്കൺ ആയിട്ടുള്ള ഒരു ബിലീഫ്, എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള നോഷൻസ്, ഇല്യൂഷൻസ്, ഇതൊക്കെയാണ് ഡെല്യൂഷന്റെ മീനിങ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ട്രൂത്ത്, എ വേരിഫൈഡ് ഓർ ഇൻഡിസ്പ്യൂട്ടബിൾ ഫാക്ട്. ഇപ്പൊ വേരിഫൈഡ് ആയിട്ടുള്ള, ഇൻഡിസ്പ്യൂട്ടബിൾ, എതിർപ്പില്ലാത്ത, എന്താ പറയാ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആയിട്ടുള്ള കാര്യം, അതാണ് ട്രൂത്ത്. അടുത്തത് സി ഫാക്ട്, സംതിങ് പ്രൂവൺ ടു ബി കറക്റ്റ്. അപ്പൊ കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു കാര്യം. അടുത്തത് റിയാലിറ്റി, ദ സ്റ്റേറ്റ് ഓഫ് തിങ്സ് ആസ് ദേ എക്സിസ്റ്റ്. കാര്യങ്ങൾ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുക, റിയാലിറ്റി. ഓക്കെ, അപ്പം ഇത് മൂന്നും ആണ് സെയിം മീനിങ് വരുന്നത്. അതായത് ഇതിന്റെ ആന്റണിംസ് ആണ് ഈ മൂന്ന് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിനോണിയം ഡെല്യൂഷൻ ആണ്. ഡെല്യൂഷൻ ഇസ് എ സിനോണിയം ഓഫ് ഫാലസി. ഓക്കെ, അടുത്തത് ഫിക്കിൾ, വിച്ച് ഈസ് എ സിനോണിയം. ഫിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചേഞ്ച് ആവും, നമുക്ക് അങ്ങോട്ട് പ്രവചിക്കാൻ പറ്റാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓൾട്ടറബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഫിക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ steadfast, resolutely firm and unwavering. അതായത് ഒട്ടും മാറാത്ത, ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട്, ഫേം ആയിട്ട്, റിജിഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യം, മാറ്റമില്ല, അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് steadfast എന്ന് പറയുന്നത്. അടുത്തത് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിക്കറിങ് ആയിട്ടുള്ള, പിന്നെയും പിന്നെ സംഭവിക്കുന്ന, നിരന്തരമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം, അതാണ് കോൺസ്റ്റന്റ്. occurring continuously over time. അടുത്തത് അൺപ്രഡിക്റ്റബിൾ, ചേഞ്ചിങ് ഫ്രീക്വന്റ്ലി വിത്തൗട്ട് റീസൺ. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റാതെ, നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ട് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അൺപ്രഡിക്റ്റബിൾ. അടുത്തത് റിലയബിൾ, കോൺസ്റ്റന്റ്ലി ഡിപ്പെൻഡബിൾ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യാം, കാര്യം അത് മാറില്ല, അത് ചേഞ്ച് ചെയ്യില്ല, അത് അവിടെ കാണും, സോ അതിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. റിലയബിൾ ആയിട്ടുള്ള കാര്യം, അതാണ് റിലയബിൾ. കോൺസ്റ്റന്റ്ലി ഡിപ്പെൻഡബിൾ, എപ്പോ വേണമെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇതിൽ സിമിലർ മീനിങ്സ് വരുന്ന ഏതൊക്കെയാണ്? യെസ്, steadfast, constant and reliable. ഇത് മൂന്നുമാണ് മ്യൂച്വലി സിനോണിയംസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആന്റോണിയം ഏതാണ്? അതായത് ഈ മൂന്ന് വേർഡ്സിന്റെ ആന്റോണിയം, വിച്ച് മീൻസ് ഈ വേർഡിന്റെ സിനോണിയം. ഫിക്കിളിന്റെ സിനോണിയമാണ്, ബാക്കി മൂന്ന് ഓപ്ഷൻസിന്റെ ആന്റോണിയമാണ്. ആ വേർഡ് ഏതാണ്? അൺപ്രഡിക്റ്റബിൾ. അപ്പൊ ഫിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ചേഞ്ചിങ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഉറപ്പില്ലാത്ത, അഷ്യൂർ ചെയ്യാൻ പറ്റാത്ത കാര്യം. അപ്പൊ അതിന്റെ സിനോണിയമാണ് അൺപ്രഡിക്റ്റബിൾ, ചേഞ്ചിങ് ഫ്രീക്വന്റ്ലി വിത്തൗട്ട് റീസൺ. ഓക്കെ, അടുത്തത് ഫ്ലിംസി. ഫ്ലിംസിയുടെ സിനോണിയം ഏതാണെന്നാണ്. ഫ്ലിംസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ദുർബലമായിട്ടുള്ള, ഡെലിക്കേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനത്തെ ഒരു എന്താ പറയാ, സ്ട്രോങ് അല്ലാത്ത, ഉറപ്പില്ലാത്ത ഒരു കാര്യം, അതിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലിംസി എന്ന് പറയുന്നത്. ആദ്യത്തെ ഓപ്ഷൻ സ്ട്രോങ്, ഹാവിങ് ഗ്രേറ്റ് ഫിസിക്കൽ പവർ. അതാണ് ഒരിക്കലും അല്ല. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര പവർ ഉള്ള കാര്യം അല്ലേ. അടുത്തത് ഡ്യൂറബിൾ. ഡ്യൂറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നശിക്കാത്ത എന്നുള്ള മീനിങ്, അതായത് കുറെ നാള് അതുപോലെ ഉണ്ടാവുന്ന, ഡ്യൂറബിൾ ആയിട്ടുള്ള, നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന, കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഡ്യൂറബിൾ എന്ന് പറയത്തില്ലേ. അപ്പൊ അതുമല്ല. നെക്സ്റ്റ് വീക്ക്, ലാക്കിംഗ് സ്ട്രെങ്ത് ഓർ സബ്സ്റ്റൻസ്. ഇപ്പൊ സ്ട്രെങ്ത് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പവർ ഇല്ല, പെട്ടെന്ന് നശിച്ചു പോകുന്ന, വീക്ക് ആയിട്ടുള്ള, അതാണ് ഇത്. അടുത്തത് സോളിഡ്, ഫേം ആൻഡ് സ്റ്റേബിൾ ഇൻ സ്ട്രക്ചർ. സ്ട്രക്ചറിൽ ഭയങ്കര ഫേം ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം, അതാണ് എന്ത്? സോളിഡ് എന്ന് പറയുന്നത്. അപ്പം ഈ മൂന്ന് വേർഡ്സും ആണ് സിനോണിയംസ് എന്ന് പറയുന്നത്, മ്യൂച്വലി സിനോണിയംസ്. അപ്പം ഈ വേർഡിന്റെ ആന്റോണിയംസ് ആണ് ഈ മൂന്ന് വേർഡ്സ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. ഫ്ലിംസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദുർബലം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതിന്റെ സിനോണിയം ആണ് വീക്ക്, ലാക്കിംഗ് സ്ട്രെങ്ത് ഓർ സബ്സ്റ്റൻസ്. അടുത്തത് ഫ്ലക്ച്വേറ്റിംഗ്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, ഓൾട്ടറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയത്തില്ല, അതാണ് ഫ്ലക്ച്വേറ്റിംഗ്. ഇനി അതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്റ്റേബിൾ, നോട്ട് ലൈക്ലി ടു ചേഞ്ച് ഓർ ഫെയിൽ. സ്റ്റേബിൾ ആയിട്ടുള്ള, ചേഞ്ച് ചെയ്യാനും പോകുന്നില്ല, അത് ഫെയിൽ ആവാനും പോകുന്നില്ല, ആ ഒരു ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകുന്ന കാര്യമാണ് സ്റ്റേബിൾ, അതിന് മാറ്റമില്ല. അടുത്തത് ചേഞ്ചിങ്, വേരിയിങ് ഇറഗുലർലി ഇൻ എമൗണ്ട്. അപ്പം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അതാണ് ചേഞ്ചിങ്. നെക്സ്റ്റ് ഫിക്സഡ്, ഫിക്സഡ് ആയിട്ടുള്ളത് അല്ലല്ലോ. അടുത്തത് സ്റ്റഡി, അതും എന്താണ്? ഈ സെയിം മീനിങ് ആണ്. സ്റ്റഡി, ഫിക്സഡ്, ഫേം, സ്റ്റേബിൾ, ഇതെല്ലാം സെയിം മീനിങ് ആണ്.
അപ്പം ഫ്ലക്ച്വേറ്റിംഗിന്റെ സിനോണിയം ഇതിൽ ഏതാണ്? ചേഞ്ചിങ് ആണ്. അപ്പൊ ആൻസർ ഈസ് ചേഞ്ചിങ്. ഓക്കെ, അടുത്തത് ഫ്യൂട്ടൈൽ. ഫ്യൂട്ടൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ വെയിൻ എന്നൊക്കെ പറയത്തില്ലേ, അതായത് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു യൂസും ഉണ്ടാവൂല, വെറുതെ എന്താ പറയാ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം, അതാണ് ഫ്യൂട്ടൈൽ എന്ന് പറയുന്നത്. യൂസ്ലെസ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ഇഫക്റ്റീവ്, സക്സസ്ഫുൾ ഇൻ പ്രൊഡ്യൂസിങ് എ ഡിസൈഡ് റിസൾട്ട്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ സക്സസ് ആവുക, അതാണ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയത്തില്ലേ. അടുത്തത് പോയിന്റ്ലെസ്, ഹാവിംഗ് നോ പേർപ്പസ് ഓർ ലൈക്ലിഹുഡ് ഓഫ് സക്സസ്. പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഇല്ലാത്ത, ഒരു ഗുണവും ഇല്ലാത്ത ഒരു കാര്യം, പോയിന്റ്ലെസ്. അടുത്തത് യൂസ്ഫുൾ, ഏബിൾ ടു ബി യൂസ് ഫോർ എ പ്രാക്ടിക്കൽ പർപ്പസ്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. നെക്സ്റ്റ് സക്സസ്ഫുൾ, അപ്പം എന്തെങ്കിലും ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യുക, അതാണ് സക്സസ്ഫുൾ. അപ്പൊ അടുത്തത് ഫ്യൂട്ടൈലിന്റെ ഇവിടുത്തെ സിനോണിയം ഏതാണ്? യൂസ്ലെസ് എന്ന് പറയുമ്പോൾ പോയിന്റ്ലെസ്. അപ്പൊ ഫ്യൂട്ടൈൽ എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിയമാണ് പോയിന്റ്ലെസ്, യൂസ്ലെസ്, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അടുത്തത് ഫെലിസിറ്റേഷൻ. ഫെലിസിറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈൻഡ് ഓഫ് ഒരാളെ ബ്ലെസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുക, അഡ്മയർ ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ഫെലിസിറ്റേഷൻ, അഡ്മയർ. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കോണ്ടോലൻസ്, എക്സ്പ്രഷൻ ഓഫ് സിമ്പത്തി ഇൻ സോറോ. അതായത് ഇപ്പൊ ഒരാൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടകാലം ഉണ്ടാവും, അപ്പൊ നമ്മൾ പറയില്ലേ, അതാണ് കോണ്ടോലൻസസ്. അടുത്തത് കംപ്ലൈന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ. നമ്മൾ കംപ്ലൈന്റ് പറയില്ലേ, സെയിം ആ സാധനം തന്നെ. അടുത്തത് കൺഗ്രാറ്റുലേഷൻ, എക്സ്പ്രഷൻ ഓഫ് പ്രൈസ് ഫോർ അച്ചീവ്മെന്റ്. എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റിനുള്ള കൺഗ്രാറ്റുലേഷൻ, അവരെ പ്രൈസ് ചെയ്യുക, അഡ്മയർ ചെയ്യുക, ബ്ലെസ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. അടുത്തത് ക്രിറ്റിസിസം, എക്സ്പ്രഷൻ ഓഫ് ഡിസപ്രൂവൽ. എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള എതിർപ്പ്, വിമർശനം, അതാണ് ക്രിറ്റിസിസം. അപ്പം ഇവിടെ ഫെലിസിറ്റേഷന്റെ സിനോണിയം ഏതാണ്? ഇറ്റ്സ് കൺഗ്രാറ്റുലേഷൻസ്, അല്ലെങ്കിൽ എന്താണ് അഡ്മിറേഷൻ, ഇതൊക്കെ പറയാം, ബ്ലെസ്സിങ്സ്. ഓക്കെ, അടുത്തത് ഫെർവിഡ്. ഫെർവിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഭയങ്കര ചുറുചുറുക്കുള്ള, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. എജൈൽ ആയിട്ടുള്ള, അതാണ് ഫെർവിഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഓപ്ഷൻ ഫസ്റ്റ് എന്ന് പറയുന്നത് കോൾഡ് ആണ്. കോൾഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തണുപ്പ് എന്നുള്ള മീനിങ് അല്ല. കോൾഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും കാണിക്കാത്ത, ലാക്കിംഗ് വാംത് ഓർ ഇമോഷൻ, വാംതോ ഇമോഷൻസോ, അല്ലെങ്കിൽ എന്താ പറയാ അപ്രോച്ചബിൾ അല്ലാത്ത, ആ ഒരു കോൾഡ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറയൂലേ, അതാണ്. എന്തൂസിയാസ്റ്റിക്, ഇന്റൻസ്ലി ഈഗർ ആൻഡ് പാഷനേറ്റ്, ഭയങ്കര ഈഗർ ആയിട്ട്, ആകാംക്ഷയോടെ, പിന്നെ പാഷനേറ്റ് ആയിട്ട്, താല്പര്യത്തോടെ ഒക്കെ ഇരിക്കുക. അടുത്തത് അപ്പതറ്റിക്, ഷോയിങ് ലിറ്റിൽ ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റേ കാണിക്കുന്നില്ല, ലിറ്റിൽ മീൻസ് നോ ഇൻട്രസ്റ്റ്, ഷോയിങ് നോ ഇൻട്രസ്റ്റ്. അടുത്തത് ഡിറ്റാച്ച്ഡ്, ഇമോഷണലി അൺഇൻവോൾവ്. ഡിറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ ഇമോഷണലി ഇൻവോൾവ് അല്ല, എന്താ പറയാ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അതാണ് ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്നത്. അപ്പം ഫെർവിഡിന്റെ സിനോണിയം ഏതാണ്? എന്തൂസിയാസ്റ്റിക് അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തൂസിയാസ്റ്റിക് ആണ്. ഫെർവിഡിന്റെ മീനിങ് ആണ് എന്തൂസിയാസ്റ്റിക്. ഓക്കെ, അടുത്തത് ഫ്യൂഗേഷ്യസ്. അപ്പൊ ഫ്യൂഗേഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യം, പെട്ടെന്ന് എന്താ പറയാ ഗ്ലിംസ് ഓഫ് എ മൊമെന്റ് പറയത്തില്ലേ, ആ ഒരു ടൈമില് പെട്ടെന്ന് ഇങ്ങനെ പോവുക, അല്ലെങ്കിൽ എന്താ പറയാ പ്രത്യേകിച്ച് ആയുസ് ഇല്ലാത്ത കാര്യം, അല്ലെങ്കിൽ ഒരു സഡൻ ഓഫ് എ മൊമെന്റ്, ആ ഒരു സംഭവത്തിൽ ചെയ്യുന്ന കാര്യം, അങ്ങനത്തെയൊക്കെ പറയത്തില്ലേ, അതാണ് ഫ്യൂഗേഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ വേർഡ് പെർമനന്റ്, ലാസ്റ്റിംഗ് ഓർ ഇന്റൻഡഡ് ടു ലാസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി. അപ്പം ഭയങ്കര പെർമനന്റ് ആയിട്ടുള്ള കാര്യം, സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം, കുറെ നാൾ ലാസ്റ്റ് ചെയ്യുന്ന കാര്യം, അതാണ് പെർമനന്റ് എന്ന് പറയുന്നത്. അടുത്ത ഫ്ലീറ്റിംഗ്, പാസിംഗ് സ്വിഫ്റ്റ്ലി, ട്രാൻസിന്റ് ആൻഡ് ബ്രീഫ്. പെട്ടെന്ന് സ്വിഫ്റ്റ്ലി പാസ് ചെയ്ത് പോകുന്ന, ഇങ്ങനെ മിന്നായം പോലെ പോകുന്ന, അതാണ് എന്ത് ഫ്ലീറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത എൻഡ്ലെസ്. എൻഡ്ലെസ് എന്ന് പറയുമ്പോൾ എന്താ? പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം. അടുത്തത് ലാസ്റ്റിംഗ്, എൻഡ്യൂറിങ് ഫോർ എ ലോങ് ടൈം, ഒരുപാട് നാള് എൻഡ്യൂർ ചെയ്യുന്ന കാര്യമാണ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫ്യൂഗേഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല, പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്ന, അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത കാര്യം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗ് ആണ്. ഫ്ലീറ്റിംഗ് ഇസ് എ സിനോണിയം, പാസിംഗ് സ്വിഫ്റ്റ്ലി, പെട്ടെന്ന് പാസ് ചെയ്ത് പോവുക. നമുക്ക് ഇതിന് വേറൊരു സിനോണിയമാണ് എഫിമെറൽ എന്ന് പറയുന്നത്. എഫിമെറൽ അല്ലെങ്കിൽ ടെമ്പററി,
ഓക്കെ, അടുത്തത് ഫോർട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രഹസ്യമായിട്ട്, ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട്, ഭയങ്കര എന്താ പറയാ ആ ഒരു ഇതില് ഹൈഡ് ചെയ്ത് വെക്കുക, അതാണ് ഫോർട്ടീവ് എന്ന് പറയുന്നത്. അപ്പം ഫോർട്ടീവ് എന്ന് നമുക്ക് ഓക്കെ ഹിഡൻ എന്ന് പറയാം, ഹിഡൻ. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ, അലോയിങ് ആക്സസ് പാസേജ് ഓർ വ്യൂ, ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള, ഫ്രാങ്ക് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്, അതല്ല. അടുത്തത് സീക്രട്ടീവ്, അറ്റംപ്റ്റിംഗ് ടു അവോയ്ഡ് നോട്ടീസ് ഓർ അറ്റൻഷൻ, ബാക്കിയുള്ളവരെ ശ്രദ്ധ, നോട്ടീസ് അവർ അറ്റൻഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യുക, അതാണ് സീക്രട്ടീവ്. അടുത്ത ഹോണസ്റ്റ്, അതാണോ അല്ല. ട്രാൻസ്പെറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര എന്താ പറയാ ഓപ്പൺ ആയിട്ടുള്ള, സെയിം മീനിങ് ആണ്. അപ്പം ഓപ്പൺ, ഹോണസ്റ്റ്, ട്രാൻസ്പെറന്റ് ഇതൊക്കെ സെയിം മീനിങ് ആണ്, ഇതൊക്കെ മ്യൂച്വലി സിനോണിയംസ് ആണ്. അപ്പൊ ഇവിടെ ഫോർട്ടീവിന്റെ സിനോണിയം എന്ന് പറയുന്നത് സീക്രട്ടീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എന്താ പറയാ ഹിഡൻ എന്ന് പറയാം. ഓക്കെ, ഹിഡൻ, സീക്രട്ടീവ് ഇതൊക്കെയാണ് ഫോർട്ടീവിന്റെ മീനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൺസീൽഡ് എന്ന് പറയാം, കൺസീൽഡ്. ഓക്കെ, അടുത്തത് ഫെക്ലെസ്. ഫെക്ലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്ത, ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരു കാര്യം, അതിനെയാണ് ഫെക്ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫെക്ലെസിന്റെ സിനോണിയം ഏതാന്ന് നോക്കാം. അപ്പൊ ആദ്യത്തേന്ന് പറയുന്നത് കോമ്പീറ്റന്റ്. കോമ്പീറ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോമ്പീറ്റന്റ് അല്ല, ഇവിടുത്തെ മീനിങ് ഹാവിങ് നെസസറി എബിലിറ്റി ഓർ നോളജ്, എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നെസസറി ആവശ്യമുള്ള നോളജും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക അറിവും കാര്യങ്ങളൊക്കെ ഉള്ള അതിനെയാണ് കോമ്പീറ്റന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഎഫക്റ്റീവ്. ഇൻഎഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് പ്രൊഡ്യൂസിങ് ഡിസൈഡ് റിസൾട്ട്, ലാക്കിംഗ് പർപ്പസ്, ഇപ്പൊ ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാര്യം. അടുത്തത് capable, having the ability to achieve. Capable ആണെന്ന് വെച്ചാൽ എന്താ, having the ability എന്നാണ്. അടുത്തത് efficient, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് inefficient. ഓക്കെ, വർക്കിംഗ് പ്രൊഡക്റ്റീവ്ലി വിത്ത് മിനിമം വേസ്റ്റ്, അപ്പം കുറച്ച് റിസോഴ്സസ് വെച്ച് നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക, അതാണ് എന്ത്, എഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഫെക്ലെസിന്റെ സിനോണിയം എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തൊരു കാര്യം. ഓക്കെ, അതാണ് ഫെക്ലെസിന്റെ മീനിങ്. അപ്പൊ ഇവിടുത്തെ സിനോണിയമാണ് ഇൻഎഫക്റ്റീവ്. ഓക്കെ, അപ്പൊ കോമ്പീറ്റന്റ്, കാപ്പബിൾ, എഫിഷ്യന്റ് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഈ വേർഡിന്റെ ആന്റണിംസ് ആണ്. പക്ഷെ ഇത് മ്യൂച്വലി സിനോണിയംസ് ആണ്. ഈ മൂന്ന് വേർഡ്സും പരസ്പരം സിനോണിയംസ് ആണ്. പക്ഷെ ഫെക്ലെസ് എന്ന് പറയുന്ന വേർഡിന്റെ ആന്റണിയം ആണ്. ഓക്കെ, അടുത്തത് ഫാച്വസ്, വിച്ച് ഈസ് എ സിനോണിയം. ഓക്കെ, ഫാച്വസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര കുട്ടിത്തമുള്ള, ഫൂളിഷ് ആയിട്ടുള്ള, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയത്തില്ലേ, നമുക്ക് സ്റ്റുപ്പിഡ് എന്ന് പറയാം. സോറി, സ്റ്റുപ്പിഡ് അല്ലെങ്കിൽ ചൈൽഡിഷ്. ഓക്കെ, ഓപ്ഷൻസ് സെൻസിബിൾ. സെൻസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിസ്ഡം, ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് ബോധപൂർവം അല്ലെങ്കിൽ ബോധത്തോടെ എന്നുള്ള മീനിങ് ആണ്. അടുത്തത് വൈസ്. വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹാവിങ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് ജഡ്ജ്മെന്റ്, വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള, അതാണ് വൈസ്. അടുത്തത് സില്ലി, ലാക്കിംഗ് ഗുഡ് സെൻസ് ഓർ ജഡ്ജ്മെന്റ്, ഫൂളിഷ് അല്ലെങ്കിൽ എന്താ പറയാ ഫൂളിഷ് ആയിട്ടുള്ള, ജഡ്ജ്മെന്റ് കാപ്പബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത, അതാണ് സില്ലി എന്ന് പറയുന്നത്. അടുത്തത് ഇന്റലിജന്റ്. ഇന്റലിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള, വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള. അപ്പൊ ഇവിടെ ഫാച്വസിന്റെ മീനിങ് ആണ് സില്ലി. ഓക്കെ, അല്ലെങ്കിൽ ഇൻഫാന്റൈൽ എന്ന് പറയാം. ഇൻഫാന്റൈൽ അല്ലെങ്കിൽ ഓക്കെ, ഇതൊക്കെയാണ് ഇൻഫാന്റൈൽ, സ്റ്റുപ്പിഡ്, ചൈൽഡിഷ്, ഫൂളിഷ്, ഇതൊക്കെയാണ് ഫാച്വസിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഫാച്വസ്. ഓക്കെ, അതിന്റെ ഇവിടുത്തെ സിനോണിയമാണ് സില്ലി. ഓക്കെ, അടുത്തതായിട്ട് നമ്മളിപ്പോ ഇത്രയും വേർഡ്സ് പഠിച്ചില്ലേ, ഈ വേർഡ്സിന്റെ എല്ലാം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇവിടെ വേർഡ്സ് ഉണ്ട്, കറക്റ്റ് സിനോണിയംസ് ഇവിടെ നമ്മൾ മാച്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തേത് ഫാലസി ആണ്. ഫാലസിയുടെ ആൻസർ ഏതാണ്, ഇറ്റ്സ് ഡില്യൂഷൻ. ഡില്യൂഷൻ ആണ് ഫാലസിയുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫെമൈൻ. ഫെമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ക്ഷാമം, സ്കേഴ്സിറ്റി അല്ലേ. അപ്പൊ സ്കേഴ്സിറ്റി ആണ് ആൻസർ. അടുത്തത് ഫെർവന്റ്. ഫെർവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള അല്ലേ. അപ്പം എവിടെ പാഷനേറ്റ്, ഇതാണ് ആൻസർ ഫെർവന്റിന്റെ. അടുത്തത്
ഫിയാസ്കോ. ഫിയാസ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ദുരന്തം, അതാണ് ഫിയാസ്കോ. അപ്പൊ അതിന്റെ ആൻസർ ഏതാ? യെസ്, ഡിസാസ്റ്റർ. ഓക്കെ, അടുത്തത് ഫിക്കിൾ. ഫിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അൺപ്രഡിക്റ്റബിൾ, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്ന കാര്യം അല്ലേ? ഫിക്കിൾ, അൺപ്രഡിക്റ്റബിൾ. അടുത്തത് ഫ്ലിംസി. ഫ്ലിംസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭയങ്കര വീക്ക് ആയിട്ടുള്ള അല്ലേ? അപ്പൊ ഫ്ലിംസിയുടെ മീനിങ് ആണ് വീക്ക്. 6. ഓക്കെ, അടുത്തത് ഫ്ലക്ച്വേറ്റിംഗ്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ചെയ്യുന്ന, ആൾട്ടറബിൾ ആയിട്ടുള്ള. അപ്പം ഫ്ലക്ച്വേറ്റിംഗിന്റെ മീനിങ് ചേഞ്ചിങ്. 7. അടുത്തത് ഫ്യൂട്ടൈൽ. ഫ്യൂട്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ലാത്ത അങ്ങനത്തെ ഒരു കാര്യം, അതാണ് ഫ്യൂട്ടൈൽ. ഓക്കെ, അതിന്റെ ആൻസർ ഏതാണ്? പോയിന്റ്ലെസ്. അടുത്തത് ഫെലിസിറ്റേഷൻ. ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഡ്മിറേഷൻ, കൺഗ്രാറ്റുലേഷൻ, ബ്ലെസ്സിങ്, ഇതൊക്കെയാണ്. അപ്പൊ ഫെലിസിറ്റേഷന്റെ ആൻസർ കൺഗ്രാറ്റുലേഷൻ. അടുത്തത് ഫേർവേഡ്. ഫേർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, ഭയങ്കര എനർജി ഉള്ള, ആക്റ്റീവ് ആയിട്ടുള്ള, അതാണ്. അപ്പൊ ഫേർവേഡിന്റെ ആൻസർ എന്തൂസിയാസ്റ്റിക്. അടുത്തത് ഫ്യുഗേഷ്യസ്. ഓക്കെ, ഫ്യുഗേഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പെട്ടെന്ന് അപ്രതീക്ഷിതമാവുന്ന, എഫെമറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് അല്ലാത്തൊരു കാര്യം അല്ലേ? ഓക്കെ, അടുത്തത് ഫേർട്ടീവ്. ഫേർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ? അപ്പം സീക്രട്ട് ആണ് ആൻസർ, സീക്രട്ടീവ്. 12. അടുത്തത് ഫെക്ലെസ്. ഫെക്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ? അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള, യൂസ്ലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. അപ്പം ഇൻഎഫക്റ്റീവ് ആണ് ആൻസർ വരുന്നത്, ഫെക്ലെസ്. 13. അടുത്തത് ഫാച്വസ്. ഫാച്വസ് എന്ന് വെച്ചാൽ ഫൂളിഷ് ആയിട്ടുള്ള, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള, ചൈൽഡിഷ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഫാച്വസിന്റെ ആൻസർ ഏതാ? സില്ലി. 14. ഓക്കെ, അപ്പം ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇതിന്റെ എല്ലാ മീനിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാര്യം ഇതൊക്കെ വേർഡ്സ് നമുക്ക് ഫെമിലിയർ അല്ലെങ്കിലും ഇതിന്റെ മീനിങ് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതാണ് അതിന്റെ സിനോണിംസ് കൂടുതൽ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ വേർഡ്സ് ആണ് അതിന്റെ സിനോണിംസ് ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഇനി അടുത്ത സെഷനിൽ ഏത് ലെറ്റർ ആയിരിക്കും? ജി ആയിരിക്കും. അപ്പൊ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് പഠിക്കുക, ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു.